ഇനി നമ്മൾ വിദേശ വാർത്തകളിലേക്ക് പോകും. അല്പനിമിഷങ്ങൾക്കകം പി ജെയിംസ് നമുക്കൊപ്പം ചേരും. പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ ഫലങ്ങളിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെയും നവാസ് ഷെരീഫിൻ്റെയും പാർട്ടികൾ ഒപ്പത്തിനൊപ്പം എന്ന വാർത്ത വരുന്നു. ഇൻ്റർനെറ്റ് ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ടായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും അക്രമങ്ങളും നടന്നു. ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പി ജെയിംസ് ഈ വാർത്തയെ അപഗ്രഥനം ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. മേരി ചാക്കോ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഈ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയായിരുന്നു. മറ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? SKN ഈ പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടി പല സ്ഥലങ്ങളിലും മുന്നേറുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് 5 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ നവാസ് ഷെരീഫ് മുൻ പ്രധാനമന്ത്രിയുടെ മുസ്ലിം ലീഗ് പാർട്ടി, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടി നിൽക്കുന്നുണ്ട്. PPP പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ബേനസീർ ഭൂട്ടോയൊക്കെ നേതൃത്വം നൽകിയ PPP അതിൻ്റെ ഇപ്പോഴത്തെ തലപ്പത്ത് ബിലാവൽ ഭൂട്ടോയാണ് ബേനസീറിൻ്റെ മകൻ. അവർ 3 സീറ്റുകളിൽ ജയിച്ചു നിൽക്കുന്നു. എന്തായാലും ഒരുപക്ഷെ നവാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ PPP കൂടി ചേരുന്ന ഒരു മന്ത്രിസഭ ഉണ്ടാവാനാണ് സാധ്യത. എന്നാലും ഇമ്രാൻഖാൻ്റെ പാർട്ടി പറയുന്നത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും ഇമ്രാൻഖാൻ ജയിലിൽ കിടന്നിട്ടും അവിടുത്തെ പല സ്ഥലങ്ങളിലും പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പാർട്ടിക്ക് ഔദ്യോഗികമായിട്ട് ചിഹ്നം കൊടുത്തിട്ടില്ല. ക്രിക്കറ്റ് ബാറ്റ് റദ്ദാക്കി. ക്രിക്കറ്റ് ബാറ്റായിരുന്നു ചിഹ്നം, അത് റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് അവരൊക്കെ ജയിച്ചു വരുന്നു എന്നുള്ളത് ഇമ്രാൻഖാന് പാകിസ്ഥാനിലുള്ള സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് കാണേണ്ടി വരും. ഒപ്പം തന്നെ SKN അവിടെ തെരഞ്ഞെടുപ്പിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തതിനെ തുടർന്ന് പലയിടത്തും മൊബൈൽ ഫോണുകളൊന്നും പാകിസ്ഥാനിലൊന്നും ഇന്നലെ വർക്ക് ചെയ്തിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അതൊക്കെ തടഞ്ഞുകൊണ്ടുള്ളൊരു നീക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണവും കുറഞ്ഞു. ലോ ടേൺ ഔട്ടായിരുന്നു. എന്തായാലും ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. ആക്രമണങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. 9 പാകിസ്ഥാനിലെ പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ പാകിസ്ഥാൻ കുറച്ചുകൂടി സംഘർഷാത്മകമായ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. 266 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 133 സീറ്റിൽ കൂടുതൽ ലഭിച്ചാൽ ആ പാർട്ടി അധികാരത്തിൽ വരും. ഇല്ലെങ്കിൽ 2 പാർട്ടികൾ ചേർന്ന് കൂട്ടുകെട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ബാക്കി 70 സീറ്റുകളിലേക്ക് സംവരണമാണ്. അതിൽ 60 സീറ്റ് സ്ത്രീകൾക്കും 10 സീറ്റ് ഇസ്ലാം ഇല്ലാത്ത ന്യൂനപക്ഷങ്ങൾക്കുമാണ് സംവരണം ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തം 336 സീറ്റാണുള്ളത്. SKN ജെയിംസ്, നമ്മൾ ഈ പശ്ചിമേഷ്യയിലേക്കൊന്ന് പോയല്ല, അവിടെ റഫയിൽ ഇസ്രയേലി ആക്രമണം നടക്കുന്നു. അവിടെ 130 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരുപാട് ആളുകൾ, ഏതാണ്ട് 10-14 ലക്ഷം ആളുകൾ താമസിക്കുന്ന, ഈ 12 ലക്ഷം ആൾക്കാർ താമസിക്കുന്ന ഈ പലസ്തീൻ അഭയാർത്ഥികളുള്ള ഈ റഫയിലൊക്കെ ആക്രമണം തുടർന്നാൽ അവിടെ ഒരുപാട് നിരപരാധികളും കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. അവരെ ആശങ്ക ഇസ്രയേലിനെ അറിയിച്ചു. പക്ഷേ ഇവരുടെ ആശങ്കയൊന്നും ഇസ്രയേൽ മൈൻഡ് ചെയ്യുന്നില്ല. SKN ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഗസയിലെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ആക്രമണ സ്ഥലമായിട്ട് റഫ മാറിയിരിക്കുന്നു. കാരണം 4 മാസം മുമ്പ് അവർ ആദ്യം ആക്രമിച്ചത് വടക്കൻ ഗസയിലാണ്. അന്നൊക്കെ പറഞ്ഞൊരു വാദമുണ്ട്, നിങ്ങളൊക്കെ തെക്കൻ ഗസയിൽ പൊക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ ആക്രമിക്കുന്നു, അവിടെ തുരങ്കങ്ങൾ ആക്രമിക്കുന്നു, ഹമാസിൻ്റെ പ്രവർത്തകരുമായിട്ട് ഏറ്റുമുട്ടുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കയറി തെക്കൻ ഗസയിൽ ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് ഖാൻ യൂനിസ് നഗരത്തിലായിരുന്നു ആക്രമണം. കാരണം ഹമാസിൻ്റെ പ്രവർത്തകർ കൂടുതൽ തമ്പടിച്ചത് അവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് തുരങ്കങ്ങളിലേക്ക് കയറുന്നു, ആശുപത്രികൾ ആക്രമിക്കുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രിയെ അൽഷിഫ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ആകെയുള്ള 23 ലക്ഷം ഗസയിലെ നിവാസികളിൽ 12 ലക്ഷം പേർ തമ്പടിച്ചിരിക്കുന്ന റഫയിലാണ്. റഫ ഈജിപ്ഷ്യൻ അതിർത്തിയിലാണ്. റഫയിലൂടെ എങ്ങനെയെങ്കിലും ഈജിപ്തിലേക്കോ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള നീക്കത്തിലാണ് അവർ. പക്ഷെ അവരെ ആരും കടത്തിവിടുന്നില്ല. അപ്പോൾ അത്രയും തിങ്ങി നിൽക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ ആക്രമണം നടത്തുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ തരത്തിൽ പ്രഖ്യാപനവും നടത്തി. അതിനെതിരെയാണ് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് മേൽ വല്ലാത്ത പ്രഷറുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ ബേർണി സാൻഡേഴ്സ് അടക്കമുള്ള ഇടതുപക്ഷ നിലപാടുകളുള്ള ആൾക്കാർ പറയുന്നത് ഒരു തരത്തിലും ഈ പാലസ്തീനെ ആക്രമിക്കുന്ന, ഗസയിൽ ആക്രമണം നടത്തുന്നതിനെ ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് അമേരിക്കയിൽ തന്നെയുണ്ട്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേലിലും പാലസ്തീനിലുമായിട്ട് നേതാക്കളുമായി ചർച്ചയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുമില്ലാതെ ഈ ജനമധ്യത്തിലേക്ക് ഇങ്ങനെ ബോംബിംഗ് നടത്തുന്നതിനെ അനുകൂലിക്കാനാവില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സെനറ്റ് ഇസ്രായേലിനും യുക്രൈനും
എയ്ഡ് സഹായം കൊടുക്കാനുള്ളത് പാസ്സാക്കിയെങ്കിലും അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ജനപ്രതിനിധി സഭ അത് പാസ്സാക്കിയിട്ടില്ല. അത് പാസ്സാക്കിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്രായേലുമായിട്ട് അമേരിക്ക ഒരു വലിയ അഭിപ്രായ വ്യത്യാസത്തിലാണ്. പ്രത്യേകിച്ച് ആന്റണി ബ്ലിങ്കൻ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് ഹമാസ് അംഗീകരിച്ചത്, 135 ദിവസം 3 ഘട്ടമായിട്ട്. പക്ഷേ അതിനോട് സഹകരിച്ചില്ല ഇസ്രായേൽ തള്ളിക്കളയാണ് ചെയ്തത്. അപ്പോൾ യുദ്ധം വീണ്ടും വ്യാപിക്കുകയാണ്. 130 പേർ കൂടി കൊല്ലപ്പെട്ടു. മരണം ഏതാണ്ട് 28,000-ലെത്തുന്നു. അതിൽ കൊല്ലപ്പെട്ടത് 12,000 പേർ കുട്ടികളാണ്. അതാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ 8,000-ലേറെ സ്ത്രീകൾ, 20,000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. നിരപരാധികളുടെ രക്തം നീതിക്കായി കേഴുന്നു എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയാണ് പാലസ്തീനിൽ. അപ്പോൾ പാലസ്തീനിലെ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയായിട്ട് ലോകമെമ്പാടും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എസ്കേൻ. ഓക്കെ ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്ന യുക്രൈൻ സൈനിക തലവനെ അവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുറത്താക്കിയെന്ന വാർത്തയാണ്. പ്രതിപക്ഷ കക്ഷികളൊക്കെ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ സൈനിക തലവനെ പുറത്താക്കാൻ തക്ക കരുത്ത് ഈ യുദ്ധത്തിൻ്റെ നടുവിൽ വെച്ചും നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കുന്നു. എസ്കേൻ, ഒരുപക്ഷെ ഈ നമ്മൾ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും റഷ്യ എന്നൊരു മൈറ്റി എംപയറിനെതിരെ ഏതാണ്ട് 2 വർഷമായി, ഈ ഫെബ്രുവരി 24-ന് 2 വർഷം തികയും യുക്രൈൻ യുദ്ധം. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ഒരു ഹാസ്യ നടനായിട്ട് TV ചാനലുകളിലൂടെ വന്ന ഒരാൾ ഇന്ന് ഏറ്റവും ശക്തമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ സൈനിക തലവനെ പിടിച്ചു മാറ്റാനുള്ള തൻ്റെ ഇടം കാണിച്ചിരിക്കുന്നു. അനുകൂലമോ പ്രതികൂലമോ, എന്തായാലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോള് തീർന്നു, 2 ഘട്ടം കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് വലിയ അഭിപ്രായ ഭിന്നതയിലാണ്. സൈന്യം പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സാമ്പത്തികമില്ല, സൈന്യമില്ല, ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. പക്ഷേ സെലൻസ്കി ഇതൊന്നും സമ്മതിക്കില്ല. സെലൻസ്കി പറയുന്നത് നമ്മൾ മുന്നേറുകയാണ്, നമ്മൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഇതാ അവരുടെ തലവൻ വലേറി സാൽഷിനെ പുറത്താക്കിയിരിക്കുന്നു. അദ്ദേഹമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല, പെട്ടെന്നുണ്ടാവുമെന്നുള്ളത്. എന്തായാലും സെലൻസ്കി അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. പകരം ഒലക്സാണ്ടർ എന്ന ഒരു സൈനിക തലവനെ തന്നെയാണ് ഈസ്റ്റേൺ കമാൻഡിൻ്റെ നേതൃത്വം നൽകിയിരുന്ന. അദ്ദേഹം മോശക്കാരനല്ല. പ്രത്യേകിച്ച് കാർക്കീവിൽ റഷ്യ തുടക്കത്തിൽ വലിയ ആക്രമണം നടത്തിയപ്പോൾ ചെറുത്തു നിന്ന ആളാണ്, അതിന് നേതൃത്വം നൽകിയ ആളാണ്. കാർക്കീവ് റഷ്യ ഏതാണ്ട് പിടിച്ചടക്കിയതാണ്. അവിടെയും കാർക്കീവ് തിരിച്ചു പിടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാളിപ്പോൾ വലേറിയെ പോലെ തന്നെ ശക്തനായിട്ടുള്ള ഒരു സൈനിക തലവനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തിട്ടുണ്ട്. അതിൽ ചില MP-മാർ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തിൻ്റെ നടുവിൽ ഒരു ജനറലിനെ മാറ്റുന്നത് ആത്മഹത്യാപരമാണ്, ഇതൊരു വലിയ തെറ്റാണ്, ഇത് വില പറയേണ്ടി വരും സെലൻസ്കി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സെലൻസ്കി ഇതിൽ നിന്നൊന്നും പിന്മാറാതെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ സഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. $50 ബില്യൺ അവർ ഉക്രൈന് കൊടുക്കുന്നത്. ഇപ്പോഴും യുദ്ധം കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലുമായി നടക്കുന്നു. റഷ്യ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു പല സ്ഥലങ്ങളിൽ, നഗരങ്ങളിൽ. പടിഞ്ഞാറൻ ഉക്രൈനിലേക്ക് വരെ അത് നീണ്ടിരുന്നു. കീവിൽ ആക്രമണം നടത്തി, ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. എസ്കേൻ. ജെയിംസിന് വിദേശ വാർത്തകളുമായി നാളെ നമുക്ക് കാണാം.